ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് മടി പിടിച്ച ദിവസങ്ങളായിരുന്നു കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അതാ നമ്മളെ റൂം നല്ല മെസ്സി ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടാൽ തന്നെ നമുക്ക് നല്ല പോസിറ്റീവ് ഫീലിങ്സ് വരുമല്ലോ. അപ്പോൾ ഒന്ന് നല്ല ഫീലിങ്സ് വന്നോട്ട് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ എനിക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റാറുണ്ട് കേട്ടോ. എന്നാൽ ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. എന്നെ പോലെ ഉള്ളവരുണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിക്കണം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നല്ല നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ കാണുമ്പോൾ മൈൻഡ് നല്ല റിലാക്സ് ആട്ടോ. എനിക്കങ്ങനെ ചില ടൈമിലൊക്കെ തോന്നാറുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് GCC കൺട്രീസിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ആ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും കിട്ടില്ല കേട്ടോ. ശരിക്കും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ തപ്പി പോകാറുണ്ട്. ചില ഏരിയകളിലും ചില സ്ഥലത്തൊക്കെ കാണാറുള്ളൂ കേട്ടോ അങ്ങനത്തെ ഇടങ്ങളൊക്കെ. ഇവിടെ അങ്ങനെയാണ്. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പം പുറത്ത് പോകാനും തോന്നില്ല. അങ്ങനെ ഒരു മൂഡില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കും. എന്നാലോ പണികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതൊക്കെ നമ്മൾ തന്നെ ചെയ്യും വേണം. ഈ ഒരു മടി കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാലും മാറൂല എന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ ചില ടൈമിൽ എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. എന്നാൽ ചില ദിവസം തീരെ കുഴപ്പമില്ലാതെ നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ റൂമും ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മളുടെ വില്ലയിൽ തന്നെ കുറച്ച് വെണ്ടയ്ക്കൻ്റെ വിത്ത് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതാ വെണ്ടയ്ക്കൻ്റെ വിത്ത് ഞാൻ കഴിഞ്ഞ ഒരു 2 വീക്ക് മുന്നേ ഇട്ടിരുന്ന കേട്ടോ. കുറച്ച് തൈകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സ്പ്രിങ് ഓണിയൻ ആട്ടോ. ഈ കാണുന്നത് സ്പ്രിങ് ഓണിയന് ഒരു 3 തൈ വെച്ചിരുന്നു. അതിനാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നിതാ നല്ല മഴക്കാറ് കാണുന്നുണ്ട് കേട്ടോ. സ്കൈ നോക്കിയാൽ നമുക്ക് ശരിക്കും മഴ പെയ്യുന്നുള്ള ഒരു ഫീലിങ്സ് തന്നെ ആട്ടോ നിന്നിരുന്നത്. ശരിക്കും നമ്മളെ പറ്റിച്ചു പോയി. ചെറുതായിട്ടൊന്നൊരു ചാറ്റൽ മഴ പോലെ വന്നിട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ അതാ മോർണിംഗിൽ ഇന്ന് ചിക്കൻ കറിയും അതുപോലെ രാഗി പത്രിയാട്ടം ഉണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മോൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ആക്കിയതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല ബിരിയാണി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ മോർണിംഗിൽ ഉണ്ടായിരുന്ന മടി ശരിക്കും മാറി കിട്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബെഡൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അതുപോലെ ഹാളിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് അപ്പോൾ തന്നെ ശരിക്കും എനിക്ക് നല്ല പോസിറ്റീവ് എനർജി ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ മോപ്പിങ്ങും ബ്രഷിങ്ങും ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എനർജി ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് വീട്ടിലെ പണികളൊക്കെ നമുക്ക് ഒതുങ്ങിക്കണെന്ന് തോന്നുമ്പോൾ തന്നെ അന്ന് കുറച്ച് പണിയുള്ള എടുക്കാനുള്ളൊരു മൈൻഡ് നമുക്ക് തോന്നുമല്ലോ. ആ ഒരു സംഭവം എനിക്ക് ആ ടൈമിൽ വന്നു. പിന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈവനിങ്ങിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് പോയി വന്നതിന് ശേഷം നല്ല പണി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ കാണാതെ എൻ്റെ കണ്ണൊന്ന് തെറ്റി. ആ ടൈമിൽ മോള് ചോക്ലേറ്റ് ഇട്ട് വന്നിട്ട് നമ്മളുടെ കംഫോർട്ട് കവറിൽ ജസ്റ്റ് ഒന്നായി. പിന്നെ നമുക്ക് മാറ്റമില്ലാതെ ഒരു നിവർത്തില്ല. വൈറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി വേറെ കംഫർട്ടിൻ്റെ കവർ ഇട്ടിട്ടാ. അതുപോലെ നമ്മൾ പില്ലോൻ്റെ കവർ യൂസ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിൽ വേറൊരു കവറും കൂടി പഴയത് ഏതെങ്കിലും ഇട്ടാൽ തന്നെ നമുക്ക് പില്ലോ കേടുവരാതെ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ വിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കംഫർട്ട് കവർ നമ്മൾ ഐക്യന്ന് 2 വർഷങ്ങൾക്ക് മുന്നേ പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. 2 വർഷത്തിന് മേലെ ആയി. കുറേ മുന്നേ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് നൈറ്റിലേക്ക് ഇന്ന് മട്ടൻ്റെ കറിയാട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കിച്ചണിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറുക്കിയാക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ മട്ടൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റേത് എല്ലാം കൂടി ആകുമ്പോൾ പിന്നെ കിച്ചണ് നല്ല വൃത്തികേടാവും. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള 1/2 കിലോ മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ വേണ്ടത് ഇതിലേക്ക് സവാള അതുപോലെ തക്കാളിയാണ്. 1.5 സവാള അതുപോലെ 1 തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയത് ഒരു വലിയ ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക്. നമ്മളുടെ അവിടെയൊക്കെ കുരുമുളക് ഇട്ട് വെച്ച മട്ടൻ കറി എന്ന് തന്നെ പറയല്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി
മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് മുളക് പൊടി തീരെ യൂസ് ചെയ്യാറില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മല്ലിപ്പൊടിക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആട്ടാ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്ന മല്ലിപ്പൊടിയാണ്. ഇതൊരു സ്പെഷ്യൽ മല്ലിപ്പൊടി കേട്ടോ. മല്ലിയൊക്കെ വറുത്ത് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് പൊടിച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ, വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ മല്ലിപ്പൊടിയാണ്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ടേസ്റ്റാണ്. ബീഫ് ഉണ്ടാക്കുമ്പോഴും മട്ടൻ ഉണ്ടാക്കുമ്പോഴും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ശരിക്കും എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്ന ആ കറി കൂട്ടുന്ന ഫീലിങ്സ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. ആ ഒരു സംഭവം എനിക്ക് സത്യമാണ് പറയണത്, എനിക്ക് നല്ല നമുക്ക് ശരിക്കും ആ ഒരു മിസ്സിങ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം നമുക്ക് ശരിക്കും വരാറുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്ന ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാവല്ലോ. പിന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതൊരു 6 വിസിലോളം നമ്മൾ കളയണം വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ആദ്യത്തെ വിസിൽ നല്ല തീയിൽ കളഞ്ഞിട്ട് ബാക്കി 5 എണ്ണം തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ കളഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ സ്പെഷ്യൽ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ശരിക്കും ഇത് കൂട്ടുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കൂട്ടുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. ഇമ്മാൻ്റെ ബീഫ് കറി, മട്ടൻ കറി അതൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതുപോലെ മുളക് കറി ഇതൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ആട്ടോ. അത് കൂട്ടിയവർക്ക് അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ മസാലപ്പൊടി, ഇമ്മാൻ്റെ ഒരു മസാലപ്പൊടി ഉണ്ട്, അത് ശരിക്കും വേറെ ലെവലാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണ മസാലപ്പൊടി നല്ല ഫൈൻ ആയിക്കാണ്ടായിക്കോട്ടെ. ഇത് ഫൈനല്ല, നല്ലൊരു നമ്മൾ കറിയിൽ ഇട്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റൂട്ടാ. അത് കൂട്ടിയവർക്ക് എന്തായാലും അറിയാം. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.